ഹായ്, ഇന്ന് ഞങ്ങളുടെ ആനിവേഴ്സറി ഡേ ആണ് കേട്ടോ. അതായത് അന്നെടുത്ത വീഡിയോ ആണ്, പക്ഷേ ഇടാൻ കുറച്ച് വൈകിപ്പോയെന്ന് മാത്രം. ഇത് മാർച്ച് 22-ന് എടുത്ത വീഡിയോ ആണ് കേട്ടോ. അങ്ങനെ ഇന്ന് പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല പകലൊന്നും. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഞങ്ങളിന്ന് അമ്പലത്തിൽ പോകാനുള്ള ഒരുക്കങ്ങളൊക്കെയാണ്. രാവിലെ പോകണമെന്ന് കരുതിയെങ്കിലും എഴുന്നേക്കാൻ കുറച്ച് ലേറ്റായി പോയി. അതുകൊണ്ടാണ് എന്തോ തലയിരിക്കുന്നേ. അമ്മേന്റെ പൊന്ന് കഴിഞ്ഞ ദിവസം കൊണ്ടുവന്ന പൂവാണ് കേട്ടോ. അത് ഞാൻ കെട്ടി അവളുടെ തലയിലും വെച്ചു കൊടുത്തു, എൻ്റെ തലയിലും കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ നേരെ നമ്മൾ കൂനമ്പായിക്കുളത്തോട്ടാട്ടോ പോയത്. അങ്ങനെ അമ്പലത്തിൽ പോയി നമുക്കൊരു വഴിപാടുണ്ടായിരുന്നു. അപ്പോൾ ഋതു ജനിച്ചതിന് ശേഷം ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ പോയിട്ട് തൊട്ടിൽ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ആ തൊട്ടിലിനകത്ത് കുറച്ച് അവിടുന്ന് പൂവും പട്ടും അതും ഇതൊക്കെ വെച്ച് തരും. അങ്ങനെ അതെല്ലാം കൂടെ വെച്ച് ഇനി നമ്മൾ നടയിൽ കൊണ്ട് കൊടുക്കണം. ചുറ്റമ്പലത്തിന് ചുറ്റും ചുറ്റിയിട്ടൊക്കെ വന്ന് കൊടുക്കണം കേട്ടോ. പൂവൊക്കെ പിടിച്ചോണ്ടിരിക്കുകയാണല്ലോ. പൂവ് ഇവിടുന്ന് കിട്ടരുത് കൂട്ടനെ. അവിടെ തിരുമേനി കൊടുത്തത് ഇനി നോക്കി നിൽക്കുകയായിരുന്നു. തൊട്ടിൽ നേർച്ചയുടെ കാര്യം ഞാൻ അവിടെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ 1-2 പേര് വന്ന് എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു എങ്ങനെയൊക്കെയാണ് എന്നൊക്കെ. അവർക്ക് ഇതുകൂട്ടൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന്. ആ സമയത്ത് ഞാൻ പറഞ്ഞു കൊടുത്തു. ഇതുകൂട്ട് അറിയാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും കൂടെ പറയാം. ഈ ഒരു നേർച്ച ഞാൻ ഋതുവിന് പ്രഗ്നൻ്റ് ആയിട്ടിരുന്ന സമയത്താണ് ചെയ്തത് കേട്ടോ. മോൾക്ക് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് സങ്കടങ്ങളും ഒക്കെ കൊണ്ട് ചെയ്തതാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നേർച്ച പറഞ്ഞു. അന്നേരം ഞാൻ വിചാരിച്ച് തൊട്ടിൽ വാങ്ങിച്ച് നമ്മൾ അന്നേരം തന്നെ കൊടുക്കണമായിരിക്കും. അന്നേരം അവിടെ തിരക്കിയപ്പോഴാണ് പറഞ്ഞത് കുഞ്ഞ് ജനിച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ തൊട്ടിൽ വാങ്ങിച്ച് കൊടുക്കേണ്ടതായിട്ടുള്ളൂ. നടയിൽ നിന്ന് നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി മോൾക്കെന്നല്ല നമ്മുടെ കുഞ്ഞിൻ്റെ ഒരു ആപത്തൊന്നും വരാതെ നമുക്ക് കിട്ടണേ എന്നുള്ള രീതിയിൽ നമ്മളന്നേരം ഇതൊന്നും ചെയ്തേക്കാമെന്ന് പറയുമ്പോൾ അത് നമ്മുടെ അമ്മ കേൾക്കും. എനിക്ക് ഭയങ്കര വിശ്വാസമാണ് കേട്ടോ. അങ്ങനത്തെ ഞങ്ങൾ പിന്നെ അവിടെ അതെല്ലാം കഴിഞ്ഞു. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അവിടെ വെച്ച് ഋതുവിൻ്റെ പ്രായത്തിലുള്ളൊരു മോനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ രണ്ടും കൂടെ അങ്ങോട്ട് കാക്കുമെന്ന് പറഞ്ഞിട്ട് ചിരിയും കളിയും ഒക്കെ ആയിരുന്നു. അങ്ങനെ പിന്നെ നേരെ ഞങ്ങൾ പിന്നെ കേക്ക് മേടിക്കാൻ വേണ്ടി വന്നേ. ഇവിടെ വന്ന് ഞാൻ അന്തം വിട്ട് ഇങ്ങനെ കുന്തം വഴി നിൽക്കുന്നത് എന്തിനാണെന്ന് എനിക്കറിയില്ല. ഈ ഒരു വീഡിയോ കണ്ടപ്പോഴേ എനിക്കിങ്ങനെ എന്തിനാണെന്ന് ഞാനിങ്ങനെ ആലോചിച്ചത് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഒരു കുഞ്ഞൊരു കേക്ക് മേടിച്ചത് വീട്ടിൽ വന്നു. ഇതിൻ്റെ ഷോർട്സ് നിങ്ങൾ കണ്ടു കാണും. പിന്നെ ഈ വർഷം കേക്ക് മേടിക്കണോ വേണ്ടിയോ എന്നൊക്കെ ഇങ്ങനെ ഒരു ആലോചനയിലായിരുന്നു. വേറെ ആരും ഇല്ല. പിന്നെ മേടിക്കണോ വേണ്ടിയോ പിന്നെ വിചാരിച്ച് മേടിക്കാം, ചെറിയൊരു കേക്ക് മേടിക്കാമെന്ന് എഴുതി. കഴിഞ്ഞ വർഷം ഞങ്ങൾ ചെറിയൊരു കേക്കായിരുന്നു, ഇതേപോലത്തെ സെയിം കേക്കായിരുന്നു കേട്ടോ മേടിച്ചത്. പിന്നെ ഋതു വന്നിട്ടുള്ള ആദ്യത്തെ ആനിവേഴ്സറി അല്ലേ, അപ്പോൾ ഋതുവായിട്ട് ചെറുതായിട്ട് ആഘോഷിക്കാമെന്ന് എഴുതി കേട്ടോ. അങ്ങനെ ഋതുവും ഞാനും കുഞ്ഞനും കൂടെ ഇരുന്ന് നമ്മൾ കേക്ക് കട്ട് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കേണ്ട സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നേ. ഇതിൻ്റെ മിക്കതും കുഞ്ഞനറിയാം, എന്നാലും നമുക്ക് അറിയാത്ത രീതിയിലും കൊടുക്കാം. അവരിക്കെല്ലാം അറിയാം. എന്നിട്ട് അന്ന് കൊണ്ടുവന്ന അൺബോക്സിങ് എന്തിനാണോ അങ്ങനെ ചെയ്തത്? ഇത് നമ്മൾ കല്യാണ സാരിക്ക് വേണ്ടിയിട്ട് കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് മേടിച്ചത്. ഏകദേശം കളർ തന്നെയാന്ന് തോന്നുന്നല്ലേ. മറ്റേ കളർ പൊട്ടിച്ച് ഞാൻ ജസ്റ്റ് പൊട്ടിച്ചങ്ങ് ഞാൻ കണ്ടായിരുന്നില്ല. അകത്തെന്തുവാന്ന് കണ്ടില്ല. മനസ്സിലായി. അതെനിക്ക് സർവഹിച്ചേ. അതേതാ ഇനി എടുത്തോണ്ടാ മണമുള്ളത്. ഇതായിരുന്നു അന്ന് അടിച്ചിട്ട് കൊണ്ടുവന്ന് മാറ്റിയതാണെന്ന് പറഞ്ഞത്. അതെനിക്ക് അപ്പോഴേ മനസ്സിലായി. കൊള്ളാല്ലേ മണം? എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. അത് ഇതിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ റിട്ടേൺ കൊടുക്കണ്ടേ? അതിന് വേണ്ടിയിട്ട് ഞാൻ അടുപ്പിച്ചിട്ട് ഇങ്ങനെ കൂടെ കൊള്ളാവോ അടുത്തൊന്നിട്ട് മൈൻഡ് ചെയ്തില്ല. മണം ഉണ്ടോ എന്ന് ചോദിച്ചേ.
എനിക്ക് തനിയെ പുറത്ത് പോയി മേടിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളായതുകൊണ്ട് തന്നെ ഞാനാണെങ്കിൽ ഓൺലൈനായിട്ടാട്ടോ എല്ലാം ഓർഡർ ചെയ്തത്. സംഭവമാണെങ്കിൽ കൈ കിട്ടിയ സമയത്ത് കുഞ്ഞൻ ഇപ്പോൾ ജോലിക്ക് പോകാതെ വീട്ടിൽ ഇരിക്കുകയാണല്ലോ. അപ്പോൾ ആൾ വീട്ടിലുള്ള സമയത്ത് എന്നായിരുന്നു കേട്ടോ എല്ലാം കൊണ്ട് തന്നെ. ഷർട്ട് മാത്രമേ ഉള്ളൂ ആൾ പുറത്തോട്ട് പോയപ്പം കൊണ്ട് തന്നത്. ബാക്കിയെല്ലാം കൊണ്ട് തന്നത് കുഞ്ഞൻ ഇവിടെ ഉള്ളപ്പം തന്നെ. അത് പോയി മേടിച്ചത് കുഞ്ഞൻ തന്നെ ആട്ടോ. മേടിച്ചാലും കുഴപ്പമില്ല, അത് എന്താണെന്ന് നമ്മൾ തുറന്നു നോക്കിയാലല്ലേ അറിയുള്ളൂ. പക്ഷേ എല്ലാം ഓപ്പൺ ഡെലിവറി ആയിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാം കുഞ്ഞൻ്റെ കയ്യിൽ പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് കുഞ്ഞനിങ്ങനെ ചോദിക്കുന്നുണ്ട് അതിനകത്ത് ഇതാണോ അതാണോ എന്നൊക്കെ ചോദിക്കുന്നെങ്കിൽ ഞാൻ അല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നേ. അങ്ങനെ എന്തായാലും ഏകദേശം സാധനങ്ങൾ എന്തൊക്കെയാണ് എന്ന് ആൾക്കൊരു ബോധം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ സാരിയൊക്കെ കുഞ്ഞിനെന്നെ കാണിച്ചിട്ടാട്ടോ ഓർഡർ ചെയ്തത്. പിന്നെ ഇതാ ഈ ഒരു ചുരിദാറൊക്കെ അല്ലാണ്ട് ഞാൻ അറിയാണ്ട് എനിക്ക് മേടിച്ചു തന്നെയാണ് കേട്ടോ. സംഭവം അടിപൊളിയാണ് കേട്ടോ. നല്ല ചുരിദാറാണ്. ഇതിൻ്റെയൊക്കെ ലിങ്ക് ഉണ്ടെങ്കിൽ ഞാൻ കൊടുത്തേക്കാം കേട്ടോ. അടിപൊളിയാണ്. പിന്നെ അത് സാരിയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. അടിപൊളി സാരി എന്ന് പറഞ്ഞാൽ അടിപൊളി സാരിയാണ് കേട്ടോ. ഓൺലൈനിൽ നിന്ന് മേടിക്കുമ്പോൾ ഇത്രയും അടിപൊളിയായിട്ട് കിട്ടുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഈ ചുരിദാർ അതേപോലെ നല്ല സെറ്റായിരുന്നു കേട്ടോ. ഈ ഒരു സാരിയുടെ കളറിനായിരുന്നു നമ്മൾ ഷർട്ട് കഴിഞ്ഞ ദിവസം പോയി മേടിച്ചത്. അപ്പം സാരിയുടെ ബ്ലൗസ് ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് ഋതുവിനെ വെച്ച് സ്റ്റിച്ച് ചെയ്യാനൊന്നും ഒട്ടും സമയമില്ല. കാരണം സാരി കുറേ ലേറ്റായിട്ടാട്ടോ വന്നത്. അന്നേരം പിന്നെ നമുക്ക് സമയമില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ അടുത്തുള്ള ഒരു ചേച്ചിയുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് സാരി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് പോയി വലിച്ചു വാരുവാ. ഋതുവാണെങ്കിൽ ഇപ്പം കുരുത്തക്കേടിൻ്റെ കൂടാരമായിട്ട് വരുവാ ഋതു. ഇങ്ങെടുക്ക്. അയ്യേ കടിക്കരുത്. കയ്യിൽ വേണമെങ്കിൽ വെച്ചോ ഇത്തിരി നേരം. അതിങ്ങ് താറണം. അമ്മയ്ക്കതാ, അമ്മയുടെ കയ്യിലതാ. അമ്മ എടുത്തോട്ടെ. അമ്മ എടുത്തേക്കാവേ. കുഞ്ഞിന് പിന്നെ കളിക്കാൻ തരാവേ. പോട്ട് കുരുത്തക്കേടിൻ്റെ കൂടാരമായിട്ടൊക്കെ വരികയാണ്. പിന്നെ ഇതാ ഋതുവായിട്ട് കുറച്ച് നേരം കളിയും ചിരിയൊക്കെ കഴിഞ്ഞു. പിന്നെ ഫുഡ് വന്നിട്ടുണ്ടായിരുന്നേ. ബെല്ലാരി റൈസാണ് കേട്ടോ മേടിച്ചത്. ഇത് കുഞ്ഞിൻ്റെ ഫേവറേറ്റ് സാധനമാണ്. ഒരെണ്ണം മേടിച്ച് ഞങ്ങൾ രണ്ടുപേരും കൂടെ കഴിച്ചു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ.